നമസ്കാരം. KSRTCയിലെ ഇലക്ട്രിക് ബസ് നഷ്ടമാണോ ലാഭമാണോ ഇപ്പോഴും വ്യക്തത വരാത്ത ഒരു വിവാദമാണ്, ഒരു ചർച്ചയാണ് ഉണ്ടായത്. മന്ത്രി ഗണേഷ് കുമാർ അത് നഷ്ടമാണ് എന്ന് വ്യക്തമായി പറയുകയും അപ്പോൾ തന്നെ മുൻ മന്ത്രിയും MDയും ഒക്കെ അത് നഷ്ടമല്ല, അത് ലാഭമാണെന്ന് പറയുകയും അതിൽ സർക്കാർ ഏറ്റുപിടിക്കുകയും സർക്കാർ അത് ലാഭമാണെന്ന് പറയുകയും പാർട്ടിയും അത് ലാഭമാണെന്ന് പറയുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിൽ ഇത് ലാഭമാണോ എന്നത് ഒന്നുകൂടി ചർച്ചയാവുകയാണ്. ഇപ്പോൾ ഒരു MLA വിൻസെന്റ് ആണ് ഇപ്പോൾ പിന്നെ ചില കണക്കുകളുമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഇലക്ട്രിക് ബസ് നഷ്ടമെന്ന് പറയാൻ കാരണം ഇത് ഗുണനിലവാരമുള്ള ഒരു ബസ്സാണോ എന്ന് കണ്ടെത്താതെ വൻ തുകയ്ക്ക് ധാരാളം വാഹനങ്ങൾ, 50ലധികം വാഹനങ്ങൾ ഒറ്റയടിക്ക് വാങ്ങിക്കൂട്ടി എന്നതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ ട്രാൻസ്പോർട്ട് യൂണിയന്റെ, ഈ കോൺഗ്രസിന്റെ ട്രാൻസ്പോർട്ട് യൂണിയന്റെ ഒരു നേതാവ് കൂടിയാണ്. TDF എന്ന് പറയുന്ന ആ UDF സംഘടനയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് ഈ വിൻസെന്റ് MLA. അദ്ദേഹമാണ് കറക്റ്റ് കണക്കുകൾ ഇപ്പോൾ പ്രത്യേകിച്ചും ചില കണക്കുകൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്ന കണക്കനുസരിച്ച്, അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്ന കണക്കനുസരിച്ചിട്ട് ഈ ഗണേഷ് കുമാർ പറഞ്ഞ നഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം കറക്റ്റാണ്. സർക്കാരും മുൻ മന്ത്രി ആന്റണി രാജുവും സർക്കാരുമൊക്കെ ഏറ്റുപിടിക്കുന്ന നഷ്ടമല്ല എന്ന് പറയുന്നത് ന്യായമല്ല, അത് തെറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ കണക്കനുസരിച്ചിട്ട് ഇപ്പോഴുള്ള കണക്ക്, അതായത് 4% പലിശയ്ക്കാണ് ഈ കിഫ്ബിയിൽ നിന്നും പിന്നെ വായ്പ എടുത്തിട്ട് സർക്കാർ ഈ ബസ്സുകൾ വാങ്ങുന്നത്. ഈ ബസ്സിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ശ്രമിച്ചിട്ടില്ല. ആ ഗുണനിലവാരം പരിശോധിച്ച റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. പല ബസ്സുകളും റിജക്റ്റ് എന്ന സ്റ്റിക്കർ അടിച്ചിരുന്നു. ഈ ഗുണനിലവാരം പരിശോധിച്ചതിന് ശേഷം ഇത് ഉപയോഗിക്കരുത്, റിജക്റ്റ് എന്ന സ്റ്റിക്കർ അടിച്ചിരുന്നു. പക്ഷേ ആ സ്റ്റിക്കറെല്ലാം വലിച്ചളയി കഴിഞ്ഞിട്ടാണ് ആ ബസ് ഓടി തുടങ്ങി. ഇതിനകത്ത് വൻ തുകയുടെ അഴിമതിയുണ്ട്. ആന്റണി രാജു മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഇത് 50 എണ്ണം വാങ്ങിക്കൂട്ടിയത്. വൻ അഴിമതിയുണ്ട് എന്ന് തന്നെയാണ് ഈ വിൻസെന്റ് MLA പറയുന്നത്. അദ്ദേഹത്തിന്റെ കണക്ക് പ്രകാരം 6025 രൂപയാണ് ഒരു ബസ്സിന്റെ ശരാശരി ഒരു ദിവസത്തെ വരുമാനം. 6025 രൂപ ശരാശരി വരുമാനം ഒരു ബസ്സിന്റെ. അതില് 4752 രൂപ ചെലവ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാം, ലാഭമാണ്. കാരണം 4752 രൂപ ചെലവും 6062 രൂപ 25 രൂപ ലാഭവും വരവും വരുമ്പോൾ അവിടെ ലാഭമാണ്. പക്ഷേ ഇനി ഈ ബസ്സിന്റെ വായ്പ അടയ്ക്കണം, പിന്നെ ബാറ്ററി ചാർജ് ചെയ്യണം, ആ ചെലവ്, ബാറ്ററികൾ മോശമായാൽ മാറ്റി പുതിയ ബാറ്ററി വയ്ക്കണം, ആ ചെലവ്, ഇതിന്റെ തേയ്മാനം, ആ ചെലവ്, ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 9299 രൂപയാണ് ഒരു ദിവസത്തെ ഒരു ബസ്സിന്റെ ചെലവ് എന്ന് പറയുന്നത്. 9299 രൂപ. എന്നാൽ വരവ് 6025 രൂപ മാത്രം. അവിടെയാണ് നഷ്ടം എന്ന് പറയുന്നത്. 50 ബസ്സുകൾക്ക് കൂടി, ഒരു ബസ്സിന്റെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്, വിൻസെന്റ് MLA വെളിപ്പെടുത്തിയത്. അങ്ങനെ 50 ബസ്സുകൾക്ക് ഒരു വർഷം 5,89,00,000 രൂപ നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് മന്ത്രി ഗണേഷ് കുമാർ അധികാരമേറ്റ ഉടനെ പറഞ്ഞതും. അത് പരിശോധിക്കേണ്ടതാണ്, ഇങ്ങനെ നഷ്ടത്തിൽ ബസ് കൊണ്ട് ഓടാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അത് തന്നെയാണ്. എന്തായാലും അതിനോടൊപ്പം തന്നെ വിൻസെന്റ് മറ്റൊരു കണക്കൂടി പറയുന്നു. വൻ തുകയ്ക്ക്, ഏകദേശം 10 കോടി രൂപയ്ക്ക് ഈ ടിക്കറ്റ് മെഷീൻ, അതായത് ETM എന്ന് പറഞ്ഞ ടിക്കറ്റ് മെഷീൻ വാങ്ങി. അതും ഗുണനിലവാരമില്ലാത്ത മെഷീനാണ്. അതും പല മെഷീനുകളും ഇപ്പോൾ തകരാറായി കിടക്കുകയാണ്. അതും ഇങ്ങനെ പിന്നെ വൻ തുകയ്ക്ക് 10 കോടി രൂപയ്ക്ക് അത്രയും മെഷീനും വാങ്ങിക്കൂട്ടിയതിലും വലിയ അഴിമതിയുണ്ട് എന്ന് തന്നെയാണ് വിൻസെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ശുദ്ധീകരിക്കാനാണ് ഗണേഷ് കുമാർ ശ്രമിച്ചതും ഗണേഷ് കുമാറിന്റെ പിന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഓർക്കാൻ ഇന്നും കുറേ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക്? എത്ര വർഷങ്ങൾ കൊഴിഞ്ഞുപോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും. സൗഹൃദങ്ങൾ, സഹപാഠികൾ, പ്രണയങ്ങൾ, അധ്യാപകർ, അച്ഛനമ്മമാർ, അയൽക്കാർ, അങ്ങനെ ഒരിക്കൽ നമ്മൾ ആരൊക്കെയോ ആയിരുന്നു അല്ലേ? നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്കു തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലെകളാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും. എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ, യാത്രകൾ, സൗഹൃദങ്ങൾ, പ്രണയം, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, അങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി മാർക്കോ പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും
രാത്രി 7:30 നിങ്ങളുടെ DNA ന്യൂസിൽ.